ഇവൾക്ക് വേണ്ടി ഞങ്ങള് മതി. പൂരം കൂടി എത്തിയിരിക്കുകയാണ്. ഹാർഫെസ്റ്റ് the third edition. Can we have a huge round of applause everybody? ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു സ്ഥലം വരെ പോവാണ്. ഞങ്ങൾക്ക് സ്കൂളിൽ ആനുവൽ ഡേയുടെ ഒരു ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഇവർ. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തു, ഇവിടെ അടുത്താണല്ലോ ഹൈലൈറ്റ് മാൾ, അപ്പം അവിടം വരെ പോയിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മളെ നാലിക്ക് കൊണ്ടുപോണത് നമ്മുടെ ചേട്ടനാണ്. ചേട്ടൻ നമ്മളിപ്പോ പോകുന്നത് നമ്മുടെ ശ്രീനെ വിളിക്കാനാണ്. അവൾക്ക് ഭയങ്കര മടി ഗൈസ്. അപ്പൊ നമ്മൾ അവളെ വിളിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ അവള് വരില്ലെന്നാണ് പറഞ്ഞത്. അവള് പൂമാല ഇട്ടിട്ട് അവളെ ആദരിച്ചു കൊണ്ടിരുന്നു. വിളിക്കാം, എന്താ ചെയ്യാ പിള്ളേരിങ്ങനെയാ. കണ്ടോ ഗൈസ്, ഞങ്ങള് വിളിച്ചു കൊണ്ടിരുന്ന അവളെ. വായോ പോവാം, ലിപ്സ്റ്റിക് നമ്മൾക്ക് ഇടാൻ വാ. അയ്യോ, എനിക്ക് എന്തായിരുന്നു പ്രശ്നം? ഒന്ന് മോഡേനോ നിനക്ക് കോട അല്ല. സൈക്കിള് നാശം ചോദിച്ചിട്ട് അല്ലേ നോക്കട്ടെ. ഞങ്ങൾ നമ്മുടെ ഗഡി ചേട്ടനെ കൊണ്ട് വന്നു. നിന്നെ കൊണ്ടുവരാൻ വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം, ഇവൾക്ക് വേണ്ടി ഞങ്ങള് കഷ്ടപ്പെട്ടു. മതി. കാൽവിൻ ക്ലൈൻ ഇല്ലടി, കാൽവിൻ ക്ലൈൻ ഇല്ല ഗായ്സ്. നോക്കൂ ഗായ്സ്, ഇവർക്ക് ലിപ്സ്റ്റിക് ഇടണമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് ഇവിടെ. പറയാൻ കുറച്ച് നീക്കച്ചേ. എന്താ ഇത് ലിപ്സ്റ്റിക്കുകളാണ്. മതിനി നാശാക്കോ. പിന്നെ നമ്മുടെ ക്ലാസ്സിലത്തെ 2 പേരും കൂടെ വരാനുണ്ട്. അപ്പൊ അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുകയാണ്. പിന്നെ ഗൈസ്, ഈ 2 പേർക്ക് വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. ഞാൻ വീഡിയോ ഓൺ ആക്കി അപ്പൊ ആ പരിസരത്ത് നിന്ന് ഇവരോടും. ഇതാണ് അർജുൻ ഗൈസ്, ഇതാണ് അർജുൻ. ഇതാണ് ആദിദേവ്. ആദിദേവ് എന്റെ ബെസ്റ്റി. പിന്നെ ഞങ്ങൾ അവിടെ മാക്സിലൊക്കെ കയറി പർച്ചേസ് ചെയ്തൊന്നുമില്ല, വെറുതെ ഡ്രസ്സൊക്കെ നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഫുഡ് കോർട്ടിൽ. അവിടെ കയറി ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് ഒരു പൊടിക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന തപ്പി കുറെ നേരം നടന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ മാറി ചെന്നപ്പോൾ നമ്മൾ അറിയാവുന്ന കുറെ പേരെ കണ്ടായിരുന്നു. പിന്നെ അവർ അടുത്തൊന്ന് സംസാരിച്ചായിരുന്നു. നമ്മുടെ അടുത്തൊന്ന് സംസാരിക്കുന്നവരൊക്കെ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, എന്താ പറയാ, നോക്കി ചിരിച്ചിട്ട് ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. ഒന്നില്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കാരണം ഇങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന ആ ഒരു ഇതിൽ അങ്ങോട്ട് ഇതായിണ്ടാവും. അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വം ഞാൻ ശ്രദ്ധിക്കാതെ. ഇനി അങ്ങനെ ഇപ്പോൾ ആർക്കെങ്കിലും ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി സോറി പറയാണ്. ഞാൻ അങ്ങനെ മനഃപൂർവ്വം ആരും ശ്രദ്ധിക്കാതിരിക്കില്ല. എന്നെ നോക്കി ചിരിക്കുന്നവരെ ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ ചിരിക്കാം. പിന്നെ എനിക്ക് ഭയങ്കര ജാടയ്ക്കാന്നാണ് കമന്റിൽ പറയുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചവർക്ക് അറിയാം എനിക്ക് ജാട ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ എന്താ വേണ്ടേ? നിനക്കെന്ത് വേണ്ട പറ, നിനക്കെന്ത് വേണ്ട? എനിക്കൊന്നും വേണ്ട, സ്ഥലമില്ല. ചിക്കൻ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പോയത് താഴെ ലുലു ഡെയിലിക്കാണ്. നിക്കടൊന്ന് എടാ, നിങ്ങളൊന്ന് തല കാണിച്ചാൽ മതി. ഇവര് കണ്ട തല കാണിക്കണ പച്ചക്കറി വാങ്ങാൻ തക്കാളി വേണം, ഉള്ളി നോക്കണ. കഷായം കുടിക്കാൻ വേണ. ഇവരെ ഇങ്ങോട്ടൊക്കെ നടക്കണുണ്ട്. കൊടുത്തു ശ്രീദേവിക്ക്. തിന്നെ
ഹലോ ഗഡി. ഗൈസ് ഞാൻ മാലിൽ നിന്ന് ഇറങ്ങി നേരെ ഇവരുടെ ഒപ്പം ഞാൻ വേറെ പരിപാടിക്ക് വന്നിട്ടുണ്ട്. നമ്മളിവിടെ തൃശ്ശൂരാണ്. ബോണ്ണത്താലിയോ മാളും അങ്ങനെ മാളിലൊക്കെ കറങ്ങല് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ കൂടെ തൃശ്ശൂർക്ക് നേരെ വന്നു കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ഹാർഫെസ്റ്റ് കാർണിവൽ സ്റ്റാർട്ട് ചെയ്ത ദിവസമായിരുന്നു 26-ാം തീയതി. അന്ന് ഫ്രീ എൻട്രി ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളവിടെ എന്താണ് സംഭവം എന്നൊക്കെ അറിയാലോ എന്ന് വിചാരിച്ചു. ഇനി എല്ലാ ദിവസങ്ങളിലും ഇവിടെ പരിപാടികളുണ്ട്. അതൊക്കെ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വേണം അന്ന് കാണാനായിട്ട്. അപ്പോൾ ഇന്ന് ഫ്രീ എൻട്രി ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് കറങ്ങി എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഹാർഫെസ്റ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന്. പക്ഷേ ഒന്നും ആയിട്ടില്ല ഇതുവരെ. 6 മണിക്ക് ഉദ്ഘാടനം എന്ന് പറഞ്ഞത്. സമയം ഏകദേശം 6 ഇപ്പം 6 ആയിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റാളുകളുടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഫുഡ് കോർട്ടുകളുണ്ട്. പിന്നെ ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്നും ആക്റ്റീവായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2 സ്റ്റേജ് ഉണ്ട്. ഒരു മിനി സ്റ്റേജും ഒരു വലിയൊരു സ്റ്റേജും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റേജിൽ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ പോയത് എന്തായാലും നന്നായി. കാരണം തേക്കിൻകാട് ബാൻഡിൻ്റെ നല്ല അടിപൊളി ഷോ ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയറൊക്കെ ഇട്ട് ഇരുന്ന് സെറ്റായിട്ട് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ അധികം ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം ഫോൺ ഏകദേശം ബാറ്ററി ലോ ആയിട്ട് ചാവാറായിട്ട് ഇരിക്കുകയായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിലൊക്കെ എടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം കേട്ടോ. പൂരം കൂടി എത്തിയിരിക്കുകയാണ് ഹാർഫെസ്റ്റ് the 3rd edition. Can we have a huge round of applause everybody?